പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. കാരണം ലോകവ്യാപകമായ ഒരു മുന്നറിയിപ്പിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ എൻ്റെ MO സാൽവേഷൻ ക്രിയേഷൻസിലും അതുപോലെ MDM വേർഡ് ഓഫ് ഗോഡ് ഇതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചത് സ്പെയിനിൽ ഗരബന്താൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 4 പെൺകുട്ടികൾക്ക് 1961-നും 65-നും ഇടയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം പല തവണയായി പ്രത്യക്ഷപ്പെട്ടു. ദ ലേഡി ഓഫ് ഗരബന്താൽ ആണ് അമ്മ അറിയപ്പെടുന്നത്, ദ ലേഡി ഓഫ് ഗരബന്താൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒരു മകനും അവിടെ സ്പെയിനിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ആ മകന്. അങ്ങനെ ഞങ്ങൾ ഗരബന്താളിൽ പോയി മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് പോകാനും നേരിട്ട് അതെല്ലാം കാണുവാനും ഇടവന്നു. എൻ്റെ MO സാൽവേഷൻ ക്രിയേഷൻസിലെ എപ്പിസോഡ് നമ്പർ 1 നിങ്ങളൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും, കാണാത്തവർ. കാരണം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അവിടെ ആ സിയേഴ്സ് അല്ലെങ്കിൽ മാതാവിനെ കാണാൻ അനുഗ്രഹം കിട്ടിയ 4 പെൺകുട്ടികളായിരുന്നു. അതിലൊരാൾ മരിച്ചുപോയി കേട്ടോ. അത് കൊഞ്ചീത്ത ഗോൺസാലസ് ആണ് അതിൻ്റെ ലീഡറായിട്ടുള്ള 4 പേരിൽ ലീഡർ അവരാണ്. അവരിപ്പോൾ ന്യൂയോർക്കിലുണ്ട്. അന്നവർക്ക് 11-12 വയസ്സേ ഉള്ളൂ. ഇന്നവർക്ക് 77 വയസ്സുണ്ട്. ഈ ഫെബ്രുവരിയിൽ 77 വയസ്സ് തികഞ്ഞെന്നാണ് ഞാൻ വേറൊരു സ്ഥലത്ത് വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ കുഞ്ചിത്തായും അതുപോലെ തന്നെ മേരി ലോളി, മേരി ക്രൂസ്, ജസീന്ത, ഇങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ മരിച്ചുപോയി. അപ്പോൾ അവരോട് വളരെ നമുക്കെല്ലാവർക്കും, ലോകത്തെല്ലാവർക്കും, എല്ലാവരും അറിയേണ്ട ഒരു വലിയ സന്ദേശം പരിശുദ്ധ കന്യാമറിയം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ ഒത്തിരിയധികം അത്ഭുതങ്ങൾ നടന്നായിരുന്നത് കേട്ടോ. ഈ കുട്ടികൾ 10-11 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ രാത്രിയുടെ യാമങ്ങളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നത്. അതാ പറഞ്ഞത്, ലോകവ്യാപകമായ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ദ ഗ്രേറ്റ് വാർണിംഗ് എന്നും കൂടെ അതിന് പറയുന്നുണ്ട്. ഈ ലോകവ്യാപകമായ മുന്നറിയിപ്പ് ഇപ്രകാരം കർത്താവ് പ്രവർത്തിക്കുന്നതിനുള്ള പ്രധാന കാരണം ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ തലമുറ നമുക്കറിയാം എന്തുമാത്രം വഷളായി കഴിഞ്ഞു അല്ലേ? എത്ര ആത്മാക്കൾ രക്ഷപ്പെടുമായിരിക്കും ഇങ്ങനെ പോയാൽ? വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കുമോ എന്ന് കർത്താവ് സംശയം ചോദിക്കുന്നുണ്ടല്ലേ? അത് കർത്താവിനറിയാം. അതുകൊണ്ട് അത് കർത്താവ് അങ്ങനെ ചോദിച്ചതും പറഞ്ഞതുമൊക്കെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. നമ്മൾ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി, ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുമല്ലോ, രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ വളരെയധികം ഒരുങ്ങാനുണ്ട്. ഒന്നാമത്തെ വരവ് നമുക്കറിയാമല്ലോ, ഉണ്ണീശോ ആയിട്ട് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഉണ്ണീശോയുടെ വരവ്, അതാണ് ഒന്നാമത്തെ വരവ് അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു വരവുണ്ട്. അത് വളരെ മഹത്വപൂർണ്ണമായ ഒരു വരവാണ്, സാധാരണ വരവല്ല. രാജാതിരാജനായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു പാട്ട് കേട്ടിട്ടില്ലേ? രാജാതിരാജൻ മഹിമയോടെ, ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണത്. അത് നമ്മുടെ ഒരു നല്ലൊരു നന്നായിട്ട് പാടുന്ന ഒരു കുട്ടി, അവരുടെ പേര് മരിയ കോലടി. നന്നായിട്ട് പാടുന്നത്. അതുകൂടാതെ വേറെ പലരും പാടുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട് പാടുന്നുണ്ട് അത്. അപ്പോൾ ആ രാജാതിരാജൻ്റെ വരവ്, സെക്കൻഡ് കമ്മിങ് ഈസ് വെരി മച്ച് നിയറിങ്. അപ്പോൾ അതിന് മുമ്പിലായിട്ടാണ് ഈ ലോകവ്യാപകമായ മുന്നറിയിപ്പ് കർത്താവ് തരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറയാം.
ഞാൻ കേട്ടിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ഒക്കെ. അതായത് ഈ അത്ഭുതം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ, ഈ മുന്നറിയിപ്പിന് വേണ്ടി ഉള്ള ആദ്യത്തെ നടപടി തമ്പുരാൻ പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. 2 ഉൽക്കകൾ, ചില സ്ഥലങ്ങളിൽ 2 നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. 2 ഉൽക്കകൾ കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു ശബ്ദമല്ല, കാതടിപ്പിക്കുന്ന, അതുപോലെ മനുഷ്യൻ ഷോക്കടിച്ച് പോലും മരിച്ചു പോകുന്നതാണ് പറയുന്നത്. അത്ര വലിയൊരു ശബ്ദമായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ആകാശമെല്ലാം ഇരുണ്ടു പോയിട്ട് പിന്നെ അത് ആകാശം ചുവന്ന് വരും. ആകാശം ചുവന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു കുരിശ് പ്രത്യക്ഷപ്പെട്ട് തൂങ്ങപ്പെട്ട രീതിയിൽ കർത്താവിനെ കാണാൻ പറ്റും. അത് വലിയൊരു സംഭവമായിരിക്കും. അത് കാണുക എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു കാര്യമല്ലത്. കർത്താവിൻ്റെ തിരുമുഖം നമ്മൾ നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതൊരു തനത് വിധി പോലെ ഉള്ള ഒരു കാര്യമാണത്. അപ്പോൾ ആ തനത് വിധിയിൽ ഓരോ മനുഷ്യർക്കും 7 വയസ്സിന് മുകളിലുള്ളവർ കേട്ടോ, 7 വയസ്സിന് താഴെയുള്ളവർക്കില്ല, 7 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓരോ മനുഷ്യർക്കും അവരവരുടെ ആത്മാവിനെ കാണുവാനും ആ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണത്. അത് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞു തരുമത്. നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യാത്ത നന്മ പ്രവൃത്തികൾ, അത് പ്രത്യേകം ഓർത്തോളണം. നമ്മൾ ചെയ്യാത്ത നന്മ പ്രവൃത്തികൾ അണ്ടർലൈൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത തിന്മകൾ. ഒരു തനത് വിധി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ തനത് വിധിയിൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരിക ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണത് കേട്ടോ. ഓരോരുത്തർക്കും ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും എബവ് 7 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഷോക്ക് കൊണ്ട് പലരും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഗ്രേസിൽ ജീവിക്കാത്തവർ, കൃപയിൽ ജീവിക്കാത്തവർക്ക് ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഞാനിപ്പോൾ പറയുന്നത്, നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം. നന്നായി നല്ല കുമ്പസാരം കഴിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുക്കണം. ദിവ്യബലി കാണുകയല്ല, കുർബാന കാണാൻ പോകുക എന്ന് പറയുന്നത് ചിലരല്ലേ. കുർബാന കാണാനല്ല പോകുന്നത്, കുർബാനയിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. പങ്കെടുക്കുകയാണ്, പാർട്ടിസിപ്പേഷനാണത് കേട്ടോ. നമ്മൾ അർപ്പിക്കുന്ന ബലി അർപ്പിക്കുകയാണ് അവിടെ. വൈദികനോടൊപ്പം നമ്മളും ബലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതുപോലെ തന്നെ ധാരാളം ജപമാലകൾ ചൊല്ലണം. കാരണം പരിശുദ്ധ അമ്മ പ്രത്യേകം പറയുന്നുണ്ട്, ജപമാലയുടെ പവർ എത്രയാണെന്ന് അറിയാമല്ലോ അല്ലേ. ആ ജപമാലകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു മുഴങ്ങൊന്തയിലും ചെല്ലുക എന്ന് പറഞ്ഞാൽ 4 ജപമാലകൾ ചെല്ലുക, അറിയാമല്ലോ. അപ്പോൾ അത് സന്തോഷത്തിൻ്റെ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, ദുഃഖത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ദിവസവും ചെല്ലുന്നത് ഒത്തിരി, നമുക്ക് അത് കൂടുതൽ ചെല്ലിയാൽ ഒത്തിരി നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ഒത്തിരി പവർ കിട്ടും. നമ്മൾ ഒരു അച്ഛൻ പറയുന്ന പോലെ നമ്മളത് ഒത്തിരി അധികം ഡൗൺലോഡ് ചെയ്യുകയാണ്. പവർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മളത് ഒത്തിരി അധികം പവർഫുൾ ആകണം പിശാചിനെതിരായിട്ട്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ. പിന്നെ കരുണക്കൊന്ത 9 കരുണക്കൊന്തയൊക്കെ ചെല്ലാൻ ആ വൈദികൻ പറഞ്ഞത്. 9 കരുണക്കൊന്ത. അദ്ദേഹം ഒരു എക്സോർസിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് 9 കരുണക്കൊന്ത. അത് ഓരോരുത്തരെ ആശ്രയിച്ച് ചെയ്യും. പിന്നെ നമ്മൾ കുരിശിൻ്റെ വഴി, വ്യാസാഗ്ര, അതൊക്കെ ചെയ്യുക. എന്തൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. മനുഷ്യരെ പിന്നെ പാവങ്ങളെ സഹായിക്കുക. അതുപോലെ തന്നെ പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവരെയൊക്കെ പോയി കാണുക. അങ്ങനെയൊക്കെ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിൽ ധാരാളമായിട്ടുള്ള കൃപ ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സഹോദരങ്ങളെ, ഞാനിത് പറയാൻ കാരണം ഈ 1961 to 1965 ഈ ദർശനങ്ങൾ കിട്ടിയ മക്കൾ, അതിനെപ്പറ്റി ഇപ്പോൾ പല ഇൻ്റർവ്യൂകളും അവർ വെച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കൊഞ്ചീത്ത ഗോൺസാലസിനെ കൊണ്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കേട്ടായിരുന്നു. അത് വിശുദ്ധ പാദ്രേബിയോ 1968 മരിച്ച പഞ്ചക്ഷതധാരിയായിരുന്ന വിശുദ്ധ പാദ്രേബിയോ വലിയ വിശുദ്ധനായിരുന്നു. എനിക്ക് അവിടെ റൊട്ടണ്ടായിൽ പോയി അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ശരീരം കാണാനായിട്ടുള്ള അവസരം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോനുമായിട്ട് സ്പെയിനിൽ പോയപ്പം ഞങ്ങൾ അവിടെയും പോയായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ വിശുദ്ധ പാദ്രേബിയോയുടെ ശരീരം അഴുകാതിരിക്കുന്നത് ഞങ്ങൾ കണ്ടു, നേരിട്ട് കണ്ടു, അടുത്ത് കണ്ടു. ഒന്നുമില്ല, യാതൊരു മാറ്റമില്ല, കിടന്നുറങ്ങുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ ഈ വിശുദ്ധന്, പഞ്ചക്ഷതധാരിയായിരുന്ന വിശുദ്ധന് ഈ കാര്യങ്ങൾക്ക് മുൻകൂട്ടി ദൈവം കാണിച്ചു കൊടുത്തു. ഈ പറഞ്ഞ ദ ഗ്രേറ്റ് വാണിങ് നേരിട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. മാർപ്പാപ്പമാരൊക്കെ അന്ന് ജീവിച്ചിരുന്നവരൊക്കെ ഇതൊക്കെ അപ്രൂവ് ചെയ്യുന്നുണ്ട് അവരൊക്കെ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം കാര്യമായിട്ട് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് സംഭവിക്കുന്ന ഒരു അടയാളമായിട്ട് ഈ കൊഞ്ചിത്ത പറയുന്നത് ഒരു വ്യാഴാഴ്ചയായിരിക്കും ഇത് സംഭവിക്കുന്നതാണ് പറയുന്നത്. ഒരു വ്യാഴാഴ്ച സംഭവിച്ചിട്ട് അത് 15 മിനിറ്റ് നേരമേ ഉള്ളൂ അതിൻ്റെ ദൈർഘ്യം. പക്ഷേ ഇത് കാണുന്ന എല്ലാവർക്കും അത് 3 മണിക്കൂർ നേരത്തെ ദൈർഘ്യമായിട്ട് തോന്നും. ലോകം മുഴുവൻ നിശ്ചലമായി പോകും, ഒന്നും ചലിക്കത്തില്ല, ലോകം മുഴുവൻ നിശ്ചലമാകും. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളും പറന്നുകൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റുകളും ഒക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അന്നേരം ഇത് കാണാനുള്ള, കർത്താവിൻ്റെ തിരുമുഖം കാണാനുള്ള അവസരമാണത്. അതിനുവേണ്ടി അതങ്ങനെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ സംഭവിക്കും. ഓരോരുത്തരും അവരവരുടെ ആത്മാവിനെ കാണുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് ഒരു ദിവ്യകാരുണ്യത്തോട് ഭക്തി ഉണ്ടായിരുന്ന ഒരു രക്തസാക്ഷിയായിട്ടുള്ള ഒരു വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഇറ്റ് മൈറ്റ് ബി, അത് ഡേറ്റ് ഒന്നും പറയത്തില്ല കേട്ടോ. ഡേറ്റ് ആരോടും അത് പറയേണ്ടെന്നുള്ളതാണ് കൊഞ്ചീത്തായോട് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഒന്നും പറയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഗ്രേറ്റ് വാണിങ്ങിന് ശേഷം വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ ഒരു ഗ്രേറ്റ് മിറാക്കിൾ നടക്കുന്നുണ്ട്, ഒരു മഹാ അത്ഭുതം നടക്കുന്നുണ്ട്. അത് സ്പെയിനിൽ കരവന്താളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത്, ഞങ്ങൾ പോയ ആ സ്ഥലത്ത് തന്നെ 8 പൈൻ മരങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ആ പൈൻ മരങ്ങൾ, ഒരു പൈൻ മരത്തിൽ സെയിൻറ്റ് മൈക്കിളിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. മറ്റേ മരത്തിൽ പിന്നെ കന്യകാമാതാവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മല മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. കർമ്മല മാതാവായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ആ എപ്പിസോഡ് നമ്പർ 1 ഒന്ന് കണ്ടാലത് കാണാൻ പറ്റും കേട്ടോ. ഞാനും എൻ്റെ വൈഫും മോനും ഉണ്ട് അവിടെ, കയറിപ്പോൾ ഒന്ന് കാണാം. പിന്നെ കുറച്ച് സ്പാനിയാർഡ്സിനെയും കാണാൻ പറ്റും, സ്പെയിനിൽ നിന്ന് വന്ന കുറച്ച് പേര്. അവരൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഞങ്ങൾക്ക്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളിന്ന് കാണുന്നത്. അപ്പോൾ ആ ഒരു പൈൻമരത്തിലാണ് അവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നത്. അത് ലോകം ഇത് സംഭവിച്ച, ഈ ഗ്രേറ്റ് വാണിങ് സംഭവിച്ച വിത്തിൻ 1 ഇയർ അത് നടക്കും. അത് ലോകാവസാനം വരെ അതവിടെ ഇരിക്കും. അതാണ് ദ ഗ്രേറ്റ് മിറാക്കിൾ എന്നാണ് അതിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം മാതാവിൻ്റെ അവസാന പ്രവാചകയായ മാതാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേറ്റ് വാണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നത് നല്ലതാണ്. ഏതാണ്ട് സമയം അടുത്ത് വരുന്നു. അതിനെക്കുറിച്ച്, ഗ്രേറ്റ് വാണിങ്ങിനെ കുറിച്ചൊക്കെ ഇതിനകത്തും പറയുന്നുണ്ട്. ഈ ഒരു ബുക്ക് കാണാമല്ലോ അല്ലേ? ഈ ബുക്കിൻ്റെ പേര് കരുണയുടെ അവസാന മണിക്കൂർ എന്നാണ് ഈ ബുക്കിൻ്റെ പേര് കേട്ടോ. കരുണയുടെ അവസാന മണിക്കൂർ. അത് ഒരു സിസ്റ്റർ ജിങ്സ്നൂർ ഷില്ലോങ്ങിൽ നിന്നുള്ളൊരു സിസ്റ്ററാണ്. ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ, മേഘാലയ. ആ സിസ്റ്ററിന് കിട്ടിയ വെളിപ്പെടുത്തലാണ്. അതെല്ലാം ഇംബ്രമാത്തൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇംബ്രമാത്തൂർ, അവിടുത്തെ ബിഷപ്പ് തന്നെയാണ് ഇംബ്രമാത്തൂർ ചെയ്തിരിക്കുന്നത്. അവർക്ക് കിട്ടിയ വെളിപ്പെടുത്തൽ കൂടെ സംഭവിക്കാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ. ബിഷപ്പിൻ്റെ പേര് വിക്ടർ ലിങ്ഡോട്ട് DD എന്നാണ്. ഇച്ചിരി പ്രയാസമുണ്ട് വായിക്കാനായിട്ട്. ആർച്ച് ബിഷപ്പ് ഓഫ് ഷില്ലോങ്, മേഘാലയ, ഇന്ത്യ. അദ്ദേഹമാണ് ഇത് ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് MSFSലെ കുറച്ച് വൈദികർ ഇതിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫാദർ ജൂഡ് MSFS, ഡയറക്ടർ, ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ,
ഉംറോയ്, ഷില്ലോങ്, മേഘാലയ. അവിടെയുള്ള സിസ്റ്ററാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ റെജി മാണി, MSFS, സുപ്പീരിയർ, ഹോളി റിന്യൂവൽ സെൻറ്റർ, ഉംറോയ്, ഷില്ലോങ്, മേഘാലയ. ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഫാദർ സാബു ഫ്രാൻസിസ്, MSFS, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, മിഷണറീസ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ദെ സാലസ്, ഗൗഹാത്തി പ്രൊവിൻസസ്. കേട്ടല്ലോ. അപ്പോൾ ഈ ബുക്കിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഒരു പിന്നെ ആഷിഖ് ജോയി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് ഇപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. ചോദിച്ച് ഞാൻ അങ്ങനെ അടുത്തു നിന്നാണ് ഇത് വരുത്തിയത് കേട്ടോ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയാണ്. ഇത് ഇംഗ്ലീഷിലാണ് സെക്കൻഡ് പാർട്ട് എനിക്ക് കിട്ടിയത്. അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ, സംഭവിക്കാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് വെളിപ്പെടുത്തി പറയുന്നുണ്ട്. മദർ ഓഫ് കമ്പാഷൻ, ഇതെല്ലാം പരിശുദ്ധ അമ്മയാണ് ഇതിനകത്ത് ഇതിലെ പ്രധാനപ്പെട്ട റോളുകളൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് അവസാനത്തെ പ്രവാചികയാണ് പരിശുദ്ധ അമ്മ കേട്ടോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി. അമ്മയുടെ അതാണ് ഞാൻ പറഞ്ഞത്, ജപമാല ചെല്ലുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഈ സിസ്റ്ററൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഈ വരാൻ പോകുന്ന ഗ്രേറ്റ് വാണിങ്ങിനെ കുറിച്ച്, ലോകവ്യാപകമായ മുന്നറിയിപ്പിനെ കുറിച്ച്. ഞാൻ പലരോടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ചിലരൊക്കെ എന്നെ കളിയാക്കുകയും എനിക്ക് ഗ്രേറ്റ് വാണിംഗ് എന്നൊരു നിക്നെയിം വരെ തന്നായിരുന്നു. എനിക്കതിന് വിഷമമൊന്നുമില്ല കേട്ടോ, എനിക്കതിനൊരു വിഷമവുമില്ല, അത് വിളിച്ചോട്ടെ. പക്ഷേ ആ ഗ്രേറ്റ് വാണിങ്ങിൽ കൂടി നമ്മളെ ഉദ്ദേശിക്കുന്നതിനറിയാമോ? മില്യൺസ് അല്ല, ബില്യൺസ് ഓഫ് പീപ്പിൾ വിൽ ഗെറ്റ് കൺവേർട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാനാജാതി മതസ്ഥർ ഈ ഗ്രേറ്റ് വാണിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ, അതിൽ നല്ല കൃപയിലിരിക്കുന്നവർ മാനസാന്തരപ്പെട്ട് വരും. കൃപയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഒക്കെ ധാരാളം പേര് കണ്ടു, നമ്മൾ അറിയുന്നവർ കാണും. കൃപയില്ലാതെ ഇരിക്കുന്നവർ, തോന്നിവാസം നടക്കുന്ന മനുഷ്യർ കാണും. അവർക്ക് പള്ളിയിൽ പോകുകയില്ല, പിന്നെ അതുപോലെ തന്നെ കുമ്പസാരിക്കുകയില്ല, വിശുദ്ധ പങ്കെടുക്കുകയില്ല, ഇങ്ങനെയൊക്കെ നടക്കുന്ന ധാരാളം കാത്തലിക്സ് ആയിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആ സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഷോക്കിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. മരിച്ചുപോയ കൃപയിലല്ലോ അവർ. ദേ ക്യാൻ ഗോ ടു ഹെൽ, നരകാഗ്നിയിലേക്ക് പോകാം, ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഏതായാലും ഇത് നടക്കുമെന്നുള്ളത് 100% നടക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള സെക്കൻഡ് കമ്മിങ് ആണ് കേട്ടോ. അത് വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് സെക്കൻഡ് കമ്മിങ് വിൽ ബി ദെയർ. ഈശോയുടെ രണ്ടാമത്തെ വരവ് വരും, മനസ്സിലായല്ലോ. പിന്നെ ഒരു 3 ദിവസത്തേക്കുള്ള അന്ധകാരം, 72 hours ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് ഈശോയുടെ വരവിന് തൊട്ട് മുമ്പിലാണ് ഈ 72 hours അന്ധകാരം വരുന്നത്. അതിനെപ്പറ്റിയൊക്കെ അത് ഒരുങ്ങാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതെങ്ങനെ ഒരുങ്ങണം, അതിനുള്ള എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ഭവനത്തിൽ വെക്കേണ്ടത്, മനസ്സിലായില്ലേ? അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ 3 ദിവസം നമ്മൾ അടച്ച ഒരു വീട്ടിനകത്തായിരിക്കണം. നമ്മൾ പുറത്തോട്ട് നോക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് പറഞ്ഞു തരാം. വീടൊക്കെ നമ്മൾ കുറച്ച് ഇതൊക്കെ ആക്കിയെടുക്കണം. പുറത്തോട്ട് നോക്കാൻ പാടില്ല, നല്ല കർട്ടൻസ് വേണം, പുറത്തോട്ട് നോക്കാൻ പാടില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുക, ഈ ലോകവ്യാപകമായ മുന്നറിയിപ്പിന് വേണ്ടി ഒരുങ്ങുക. അപ്പം തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരുന്ന വലിയൊരു അവസരമാണ് ഇതെന്ന് വിചാരിച്ചാൽ മാത്രം മതി കേട്ടോ. ഈ പറഞ്ഞ 4 പെൺകുട്ടികൾ വഴി, പെൺകുട്ടികളല്ല ഇപ്പോൾ അവർ സ്ത്രീകളാണ്, 70 വയസ്സുള്ള സ്ത്രീകളാണ്. അവർ വഴിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ അവിടെ ഗർഭന്താളി പോയപ്പോൾ കൊഞ്ചീത്ത ഗോൺസാലസിൻ്റെ വീട് കണ്ടു. ഒരു സാധാരണ കൊച്ചു വീട് കേട്ടോ, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരുന്നു ഇതെല്ലാം കേട്ടോ. പക്ഷെ അവരൊക്കെ ഇന്ന് കല്യാണമൊക്കെ കഴിച്ച് ഒരാൾ വെച്ച് പോയല്ലോ, പിന്നെ ബാക്കി 3 പേര്, ഒരാൾ ന്യൂയോർക്കിലോട്ട് പോയത് എനിക്കറിയാം, കൊഞ്ചീത്ത ഗോൺസാലസ്. അപ്പം പിന്നെ ഈ ഗ്രേറ്റ് വാണിംഗ് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് മിറാക്കിൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് 8 ദിവസം മുമ്പ് കൊഞ്ചീത്ത ഗോൺസാലസ് അത് ലോകത്തിന് വെളിപ്പെടുത്തും. 8 ദിവസത്തിന് മുമ്പിൽ. അപ്പോൾ 8 ദിവസം കൊണ്ട് അവിടെ ഗർഭന്താളിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ അവിടെ വരാം, രോഗശാന്തി കിട്ടും. അവിടെ വരുന്നവർക്കെല്ലാം രോഗശാന്തി കിട്ടുമെന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി നിൽക്കാനും അവിടെ കുറച്ച് നേരം സമയം ചെലവഴിക്കാനും ദൈവത്തെ സ്തുതിക്കാനൊക്കെ അവിടെ ഒരു അവസരം ദൈവം തന്നു കേട്ടോ. അവിടുത്തെ കുറച്ച് പേരോട് കൂടി ഇത് കണ്ട ഒരു പ്രായമുള്ള ഒരു ചേട്ടത്തി അവിടെ ഉണ്ടായിരുന്നു.
ഒരു സ്പാനിഷുകാരത്തിയാണ് കേട്ടോ. അവർ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുകയും ചെയ്തു. അപ്പം നമ്മളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ഇതിനുവേണ്ടി ഒരുങ്ങുക കേട്ടോ. കർത്താവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നതുകൊണ്ട്. പിന്നെ വേറെ പല കാര്യങ്ങളും എനിക്കിനി പറയാനുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തെ ബേസ് ചെയ്ത് പല കാര്യങ്ങളും ഇനിയും പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഇതൊന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. എനിക്ക് ഓടി നടന്ന് പ്രസംഗിക്കാനൊന്നും പറ്റുകയില്ല, എൻ്റെ ആരോഗ്യം അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇതിൽ കൂടി ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.